ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതാ നമുക്ക് കുടംപുളി ഉണക്കിയെടുക്കണതിനെ കുറിച്ച് പറയാം. കുടംപുളിയുടെ മരമാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ പറമ്പിൽ നിന്ന് കുടംപുളി പറക്കി കൊണ്ടുവന്ന് ഉണക്കണ തയ്യാറെടുപ്പിലാണ്. കുടപ്പുളി ഉണ്ട്, അത് വർഷകാലത്താണ് ഇതായി കിട്ടുക. അപ്പോൾ ഞാനിത് പറക്കി കൊണ്ടുവന്ന് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ വേച്ചു ഇത് കുരുവ് ഇതൊക്കെ കളഞ്ഞിട്ട് പൊളിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഇപ്പോൾ വെയിലത്ത് വെച്ച് കുടപ്പുളി ശരിക്കും പുകയിട്ടാണ് ഉണക്കുക. ഞാനങ്ങനെ അവിടെ അടുപ്പൊക്കെ ഇതാക്കി ചുള്ളി ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അടുപ്പ് ചോറൊക്കെ വയ്ക്കുന്ന അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ഉണക്കാറ്. ഇപ്പം അതിന് സൗകര്യമില്ല. ഈ പുകയില്ലാത്ത അടുപ്പൊക്കെ ആയപ്പോൾ പുളി ഉണക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ ഞാൻ പുറത്ത് അടുപ്പ് പോലെ ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ചുള്ളിയൊക്കെ വെച്ച് ഇതാക്കിയിട്ടാണ് അതിൻ്റെ ആ ചുള്ളിയുടെ മുകളിൽ പുളീനെ കൊണ്ടുപോയി കമത്തി നിരത്തും. എന്നിട്ട് തീയിട്ട് ഇങ്ങനെ പുകയ്ക്കേ ചെയ്യാവുള്ളൂ, കത്തരുത്. കത്തിയിട്ടുണ്ടെങ്കിൽ പുളിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഉണങ്ങി കിട്ടി. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ പുകയിട്ട് പിന്നെ വെയിലത്തും വെച്ചൊക്കെയാണ് ഉണക്കാറ്. ഇപ്പോൾ വെയിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇന്നലെ മുതലാണ് ഒരു വെയിലൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ കളഞ്ഞെടുത്തു. ഇങ്ങനെ ഈ അടുപ്പുണ്ടാക്കിയതിൻ്റെ മുകളിൽ ഇങ്ങനെ കമത്തി വെക്കും. കമത്തി വെച്ചിട്ട് അടുപ്പ് തീയിടും. തീയിട്ടപ്പോൾ അത് പുക കൊണ്ട് വെള്ളമൊക്കെ വലിഞ്ഞ് ഒരു ദിവസം കൊണ്ടൊന്നും ഉണക്കാവില്ല. ഒരു 3-4 ദിവസമൊക്കെ എടുക്കും ഇതിങ്ങനെ ഉണക്കുമ്പോൾ. എന്നുവെച്ചാൽ നമ്മൾ തീ കുറവിൽ പുകയിടാവുള്ള, അല്ലെങ്കിൽ പുളിയാകെ കരിഞ്ഞ് ഇതായി പോകും. ഇത് ഇന്നലത്തെ പുളിയാണത്. അപ്പോൾ ഞാനിതിപ്പോൾ ഇന്നത്തെ പുളി കമത്തിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇടയിട്ട് കമത്തും. അപ്പോൾ ഇത് വലിയണൊപ്പം ഒന്നുകൂടി വാടി കിട്ടും. ഞാനിത് ഇന്നത്തെ പുളിയും ഇന്നലത്തെ പുളിയും ഇതാക്കി കണിച്ച് വെച്ചു. ഇപ്പോൾ തീ പുകയിട്ടു. ഇനി ഇത് അവിടെ നിന്ന് വെള്ളം വലിഞ്ഞ് ഞാൻ വൈകുന്നേരം ആകുമ്പോൾ വാരി എടുക്കും. എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ വെക്കാൻ പറ്റില്ല, രാത്രി വല്ല എലിയൊക്കെ വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വാരിയെടുക്കും. ഇത് ഞാനിപ്പോൾ വൈകുന്നേരമായപ്പോൾ പറക്കി എടുക്കുകയാണ് പുളി പുകയിട്ടേന്ന്. അപ്പോൾ അത് രാത്രിയും പുകയിടാറ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ അപ്പോഴാണ് ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടുള്ളൂ. ഇത് ഇവിടെ അങ്ങനെ രാത്രി വെക്കാൻ പറ്റില്ല. രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ പുകയിടാൻ ഇറങ്ങി വരാനും പറ്റില്ല. അതിൻ്റെ കൂടെ വല്ല എലിയ അങ്ങനെയുള്ളതൊക്കെ ശല്യം ഉണ്ടാവും, എലിയുടെയൊക്കെ. അപ്പോൾ അതാണ് ഞാനത് പറക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലത്തെയും മിഞ്ഞാന്നത്തെയും ഉണ്ട് ഇതിൻ്റെ മുകളിൽ. പിന്നെ ഇന്നത്തെ പുളിയാണ് ഇപ്പോൾ ഈ ആവാണ്ട് കാണണത്, വാടാത്ത പുളി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ വെയിൽ കാണുകയാണെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം ഒരുവിധം വാടിയ പുളിയൊക്കെ. വെയിലില്ല, അപ്പോൾ ഞാൻ അതിൻ്റെ പുകയിൽ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വെക്കുകയാണ് ഉണ്ടായത്. പിന്നെ വയ്യ, ശരീര സുഖമൊന്നും ഇല്ല. എന്നാലും കൂടിയിട്ട് ഇതിങ്ങനെ പറമ്പിൽ കിടന്ന് പോകണ കാണുമ്പോൾ കണ്ടിരിക്കാൻ പറ്റില്ല. കാലുവേദനയും ഷുഗറും പ്രഷറും എല്ലാ അസുഖങ്ങളും ഉണ്ട്. അപ്പോൾ എന്നാലും മോൻ ചീത്ത പറയും, അമ്മയുടെ ഒരു പുളി ഉണക്കെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നോക്കിയെടുത്തില്ലെങ്കിൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുത്താൽ 10 രൂപയുടെ വരുമാനമുള്ള മുതലാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇതിലേക്ക് നിൽക്കണേ. പുളി ഇത്തിരി ആദ്യമൊക്കെ നല്ല വലിയ പുളികളായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത്തിരി വലിപ്പം കുറഞ്ഞ പുളി. നല്ല ശുദ്ധമായ പുളിയാണ്. നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഈ അവരെന്തൊക്കെയാണ് ഇതാവണേന്ന് അറിയില്ല. ഇതിൻ്റെ ഞാൻ ഞെട്ടും കുരും ഒക്കെ നന്നായിട്ട് കളഞ്ഞതൊരു ചവർപ്പോ അങ്ങനെയുള്ളതൊന്നുമില്ല. നമുക്ക് എൻ്റെ മോൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ മീനിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ പുളിക്കഷ്ണമൊക്കെ അങ്ങനെ തന്നെ തിന്നും. എനിക്ക് പുളിക്കഷ്ണം തായമ്മാന്ന് പറയും. അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെന്ന് വെച്ചാൽ ഒരു ചവർപ്പൊന്നും ഇല്ല, തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ്. അപ്പോൾ ഞാൻ പറക്കിയെടുക്കണമെങ്കിൽ നാളെ രാവിലെ. ഇതിൻ്റെ പുറകെ നടക്കണ കാരണം കൊണ്ട് വിശ്രമം ഇല്ല. ഇപ്പോൾ പുകയത്തുനിന്ന് പറക്കി കൊണ്ടുവന്നതാണ്. ഇത് ഇന്നലത്തെ മിഞ്ഞാന്നത്തെയും പുളിയാണിത്. ഈ പുളി ഇന്നത്തെ പുളിയാണിത്. അത് ഇന്ന് പുക ശരിക്കും ഇവിടെ ആയിട്ടില്ല. എന്നുവെച്ചാൽ നേരം വഴുകി പുകയിടാനതൊക്കെ. ഇത് ഉണക്ക് തീർന്ന പുളിയാണിത്. ഇത് ഞാനിങ്ങനെ ഉണക്ക് തീരണത് ഇരുന്ന് കവറുകളിലാക്കി വെക്കും. എന്നിട്ട് വലിയ കവറിലോ ഇതൊക്കെ ആക്കി ഇനിയിപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. എന്നുവെച്ചാൽ അങ്ങനെ ആൾക്കാർ ഒന്ന് ചോദിക്കുമ്പോൾ വില പറയുമ്പോൾ വില ഞാൻ അവർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ ഒരു മീച്ച ഉണ്ടാവില്ല. പുളി ഒരല്പം ചെറുതാണ്. പിന്നെ നമ്മൾ കടയിൽ പോയി ആൾക്കാർക്ക് എത്ര ഒരു കാശ് കൊടുത്ത് വേണമെങ്കിലും മേടിക്കാം, അതിനൊരു കുഴപ്പമില്ല. വീടുകളിൽ നമ്മൾ ഇത് അതേപോലെ പാടിച്ചതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട്
കാലൊന്നും ശരിക്കും നടക്കാനോ അതൊന്നും പറ്റണില്ല. കാലിൻ്റെ കണ്ണിയും മുട്ടും ഇതൊക്കെ കംപ്ലൈൻ്റാണ്. അപ്പോൾ ഇത് ഉണക്കിയെടുത്ത ഈ സമയത്ത് ഭയങ്കര പാടാണ്. ഞാൻ പറഞ്ഞല്ലോ, പുകയിടലും ഇതൊക്കെ ആയിട്ട് ഈ കർക്കിടക മാസത്തിൽ മഴ അതിൻ്റെ വല്ല വെയിലൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ഇതിപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ ഉണക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. ചിലർക്കൊക്കെ പുളി ഞാനിപ്പോൾ അറിഞ്ഞു, മടവാക്കര ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീട്ടിൽ പുളി പറമ്പിൽ നിന്ന് വേണ്ട പുളിയുണ്ട്. അവർ പറക്കി കൊണ്ടുവന്നിട്ട് അങ്ങനെ പുകയിടൊന്നും ചെയ്യാണ്ട് കൊട്ടയിൽ കൂട്ടി വെച്ചിട്ട് പുഴു വെച്ചു എന്ന് പറയും. അതിങ്ങനെ ഉണക്കാവാണ്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഇത് പുഴു വയ്ക്കും, കേടൊന്ന് പോവും. അപ്പോൾ അവർക്കത് ആവശ്യമില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരത് അങ്ങനെ പറമ്പിൽ കാണുമ്പോൾ പറക്കി കൊണ്ടുപോയിക്കണു. ഉണക്കിയെടുക്കണം എന്നുള്ള വിചാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല കഷ്ടപ്പാടാണ് ഇതിൻ്റെ പിന്നാലെ നടക്കാൻ. ശരി, ഇനി എന്തെങ്കിലും ഒരു പുതുമയാർന്ന ഇതെന്തെങ്കിലും ഇതാവുമ്പോൾ ഞാൻ ഇനിയും വരാം. ശരി.